ഒരു ദിവസം ഞാൻ സൈക്കിൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേശ്യാ കോളനിയുടെ സന്ദർശനം നടത്തുക. രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കൂടി എൻ്റെ സൈക്കിളിൻ്റെ കാറ്റ് കുത്തി. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സൈക്കിളിന് കാറ്റില്ല. അവസാനം ഞാൻ പതുക്കെ തള്ളി ഒരു സ്ഥലത്ത് ചെന്ന് ഒരു പയ്യനോട് എൻ്റെ സൈക്കിളിന് ഇച്ചിരി കാറ്റടിച്ച് തരാൻ പറഞ്ഞ് സൈക്കിളിന് കാറ്റടിച്ച് അങ്ങ് പോയി. കാലം കഴിഞ്ഞു പോയി. കുറേ കഴിഞ്ഞ് ഈ വികൃതി പയ്യൻ്റെ വീട്ടിലെ അസ്വസ്ഥതയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി. അവൻ മുരുങ്ങൂരൊരു ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഒരു പ്രേക്ഷിത പറഞ്ഞു എന്നാണ് പറയണേ, നീ ഏതോ ഒരു അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവന് എൻ്റെ ചിന്ത മനസ്സിൽ വന്നത്. അവൻ ധ്യാനം കഴിഞ്ഞ് വന്ന് എൻ്റെ മുറിയിൽ വന്ന്, അച്ചോ ഞാൻ വാതിലൊന്ന് ചാരിക്കോട്ടെ എന്ന് ചോദിച്ചു. എന്തിനാ മോനെ, ഞാൻ നിന്നെ അറിയത്തില്ലല്ലോ, അച്ഛനെ എന്നോട് ക്ഷമിക്കണോ അച്ചോ എന്നും പറഞ്ഞ് കാൽക്കലങ്ങ് വീണു. ഏതായാലും ഞാൻ ഓർമ്മിക്കുക, നമ്മളെ ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ വേദനിപ്പിക്കുന്നവരുണ്ടാകാം, അതിൽ രസിക്കുന്നവരുണ്ടാകാം, ചീത്ത പറയുന്നവരുണ്ടാകാം, തെറി പറയുന്നവരുണ്ടാകാം, സൈക്കിളിൻ്റെ കാറ്റ് കുത്തുന്നവരും ഉണ്ടാകാം. പക്ഷെ അവിടെയൊന്നും നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കടമ ഞാൻ നിർവഹിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. കർത്താവ്, എനിക്കുണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.